അടുത്ത മാസം 1 മുതൽ രാജ്യം പുതിയ നികുതി സമ്പ്രദായമായ GSTയിലേക്ക് കടക്കും. ഒട്ടുമിക്ക ഭക്ഷ്യ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്കും അവശ്യ സേവനങ്ങൾക്കും GST വരുന്നതോടെ വില കുറയും. മരുന്ന്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മൊബൈൽ സേവനങ്ങൾ തുടങ്ങി ചില ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വില കൂടുകയും ചെയ്യും. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നികുതി പരിഷ്കാരം പ്രാബല്യത്തിലാകുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും പ്രതിഫലിക്കും. GST വരുന്നതോടെ ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വിലയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. ജീവൻ രക്ഷാ മരുന്നുകൾ ഒഴികെ എല്ലാ മരുന്നുകൾക്കും വില കൂടും. TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ചെറുകാറുകൾ, മൊബൈൽ സേവനം, റെയിൽവേ ചരക്ക് നീക്കം, തീവണ്ടിയിലെ AC കമ്പാർട്ട്മെന്റ് യാത്രകൾ, സിഗരറ്റ്, ബ്രാൻഡഡ് തുണിത്തരങ്ങൾ അങ്ങനെ നീളുന്നു വില കൂടുന്നവയുടെ പട്ടിക. വില കുറയുന്നവയിൽ പ്രധാനപ്പെട്ടത് ഇവയാണ്: ഭക്ഷ്യധാന്യങ്ങൾ, കാർഷികോപകരണങ്ങൾ, സോപ്പ്, ടൂത്ത്പേസ്റ്റ് അടക്കമുള്ള നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ, എക്കോണമി ക്ലാസ് വിമാനയാത്ര, ആഡംബര കാറുകൾ, ചായ, കാപ്പി, പഞ്ചസാര, മണ്ണെണ്ണ, പാചകവാതകം. പ്രധാനപ്പെട്ട ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ MRP വില ഇപ്പോഴെന്താണോ, നേരത്തെ ഉണ്ടായിരുന്ന മൊത്തം നികുതി എന്ത്, ഇപ്പോഴത്തെ GST നികുതി എന്ത് എന്നുള്ളതിൻ്റെ പട്ടിക പത്രങ്ങളിൽ പരസ്യപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ ജനങ്ങൾക്കറിയാം, GST വന്നതിന് ശേഷം MRPയിൽ മാറ്റം വരുന്നില്ലെങ്കിൽ ഈ കമ്പനികൾ കൊള്ളലാഭം എടുക്കുകയാണെന്ന്. നികുതി അടവും രേഖപ്പെടുത്തലുമെല്ലാം ഓൺലൈൻ വഴിയാകും. അതോടെ നികുതി വെട്ടിപ്പ് കുറയും. ക്രമേണ സംസ്ഥാന അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതാകും. ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങൾക്കും നികുതി കുറയുന്നതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ആദ്യ 5 വർഷത്തേക്കെങ്കിലും വലിയ വരുമാന നഷ്ടമുണ്ടാകും. ഇക്കാലയളവിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കുറയുമെന്നും വിലയിരുത്തപ്പെടുന്നു. ലോട്ടറി, കയർ, കശുവണ്ടി, പ്ലൈവുഡ് തുടങ്ങി ഏതാനും ഉൽപ്പന്നങ്ങളുടെ നിരക്കിൽ ഇപ്പോഴും GST കൗൺസിലിൽ തർക്കമുണ്ട്. ഈ മാസം 11 ചേരുന്ന യോഗം അക്കാര്യം ചർച്ച ചെയ്യും. ഹോട്ടലുകൾക്കുള്ള 5% സേവന നികുതി ഒഴിവാക്കണമെന്ന 11 യോഗത്തിൽ കേരളം ആവശ്യപ്പെടും. TK റാഷിദ്, മീഡിയ 1, ഡൽഹി. ചർച്ചയിൽ സാമ്പത്തിക വിദഗ്ധരായ ശ്രീ KP സജീവൻ, ശ്രീ ഷെറി ഉമ്മൻ, ഒപ്പം കൺസ്യൂമർ ആക്ടിവിസ്റ്റായ ശ്രീ ജോൺ ജോസഫ്, വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ES ബിജു എന്നിവരാണ് ചേരുന്നത്. ശ്രീ KP സജീവൻ, രാഷ്ട്രം ഒരു വിപ്ലവകരമായ മാറ്റത്തിലേക്ക് പോവുകയാണ് അതിൻ്റെ നികുതി സമ്പ്രദായത്തിൽ. അപ്പോൾ എല്ലാ ആശങ്കകൾക്കും ഒരു പരിഹാരം കണ്ടുകൊണ്ടാണോ കേരളം അതിലേക്ക് കടക്കുന്നത്? ഇപ്പോൾ GST ഇപ്പോൾ ഏകദേശം നമുക്ക് വ്യക്തമാകാവുന്ന രീതിയിലായി കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് സാധനങ്ങൾക്ക് ഇപ്പോൾ പറയുന്ന പോലെ എല്ലാ ഗുഡ്സിനെ സംബന്ധിച്ചുള്ള എല്ലാ ഗുഡ്സിനും വില കുറവ് കിട്ടില്ല, ഏറ്റക്കുറച്ചിലുണ്ടാകും. അപ്പോൾ വില കൂടുന്ന ചരക്കുകൾ, കുറേയധികം ചരക്കുകൾക്ക് വില കൂടുന്നു, കുറേയധികം ചരക്കുകൾക്ക് വില കുറയുന്നു. ഇവിടെ ചരക്കുകൾക്ക് വില കുറയുന്നതനുസരിച്ചിട്ട് അത് ഉപഭോക്താക്കൾക്ക് കിട്ടണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടലുണ്ടാകണം. അതാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് പറയുകയുണ്ടായിരുന്നു, ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇതുവരെയുള്ള ചരക്കുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വില പട്ടിക, മുമ്പുണ്ടായിരുന്ന നികുതി, ഇപ്പോൾ GST വന്നതിന് ശേഷമുള്ള നികുതി നിരക്ക്, വിലയിൽ വരുന്ന വ്യത്യാസം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ വില നിയന്ത്രിക്കുന്നതിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് അത്രയൊരു നടപടി ഉണ്ടെങ്കിൽ മാത്രമേ ഉപഭോക്താക്കൾക്ക് അതറിയാൻ പറ്റുള്ളൂ. ഒരു ചരക്കിനെ സംബന്ധിച്ചോളം GST വന്നതിന് ശേഷം ആ ചരക്കിൽ എന്താണ് വിലക്കുറവ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ പറയുന്ന പോലെ ഇപ്പോൾ ശീതീകരിച്ച സാധനങ്ങൾക്ക് GSTയിൽ വിലക്കുറവ് വരുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ടിന്നിൽ അടയ്ക്കപ്പെട്ട ധാന്യങ്ങൾക്ക് നികുതി വരുന്നു. വാറ്റിൽ നികുതി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ നികുതി വരുന്നുണ്ട്. ടിന്നിലടച്ച സാധനങ്ങൾക്ക് നികുതി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല സാധനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നികുതി നിരക്ക് നിശ്ചയിക്കുന്ന സമയത്ത് 28 മുതൽ ഇപ്പോൾ സ്വർണ്ണത്തിന് 3% ആയതുകൊണ്ട് ഒരു സ്ലാബും കൂടി കൂടിയിരിക്കുകയാണ്. അത്തരം രീതിയിലുള്ള നികുതി നിരക്കുകൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വലിയ കാറുകളെ സംബന്ധിച്ചിടത്തോളം നികുതിയിൽ കുറവ് വരുന്നുണ്ട്. കാർ 28%, 15% സെസ്സും കൂടി 41% നികുതിയാണ് അത്തരം വാഹനങ്ങൾക്ക് വരുന്നത്. പക്ഷേ ഈ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം വാറ്റ് കാലഘട്ടത്തിൽ എക്സൈസ് ഡ്യൂട്ടി ഏകദേശം 30%, വാറ്റ് 14.5%, 2% CST. അപ്പോൾ 46-47% നികുതി കൊടുക്കുന്ന സാധനങ്ങൾക്ക് 41% എന്ന് പറയുമ്പോൾ 4% നികുതിയാണ്. അപ്പോൾ ഈ ലക്ഷങ്ങൾ വിലയുള്ള കാറുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ നികുതിയിൽ ഉണ്ടാകുന്ന മാറ്റം ലക്ഷങ്ങളുടെ മാറ്റങ്ങളാണ്. ഇത് ഉപഭോക്താക്കളെ സംബന്ധിച്ചുള്ള ഉപഭോക്താക്കൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ സിമൻറ്റ് സെക്ടറിൽ നേരത്തെ തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നു. സിമൻറ്റിൻ്റെ വില ഇപ്പോൾ തന്നെ കമ്പനികൾ കൂട്ടുകയാണ്. കാരണം അത് കൂട്ടുന്നതിൻ്റെ പിന്നിൽ ഒരു ഗൂഢോദ്ദേശമുണ്ട്. പ്രത്യേകിച്ചും GST വരുന്ന സമയത്ത് വില കുറയാനുള്ള സാധ്യതയുണ്ട്. ആ വില കുറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വില കൂട്ടുന്നു. വില കൂട്ടിയതിന് ശേഷം ഇപ്പോൾ GSTയിൽ വരുന്ന കുറവ് അത് പരസ്യപ്പെടുത്തിയാൽ പോലും. പക്ഷേ അതുപോലെ തന്നെ അതേ സമയത്ത് ഓട്ടോമൊബൈൽ രംഗത്തൊക്കെ വില കുറയ്ക്കുന്നുമുണ്ട്. നേരത്തെ മുൻകൂട്ടി വില കുറയ്ക്കുന്ന ഒരു ട്രെൻഡും കാണുന്നുണ്ടല്ലോ. ഉണ്ട്. ചില സാധനങ്ങൾക്ക് മാത്രം, ചില മേഖലകളിൽ മാത്രമാണ് അത് കാണുന്നത്. അപ്പം ഇതിൽ ഇപ്പോൾ ചെയ്യേണ്ടത് ഉപഭോക്തൃ സംഘടനകൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഉപഭോക്തൃ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. പക്ഷേ ഉപഭോക്തൃ സംഘടനകളൊന്നും തന്നെ
അവരെ മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. തീർച്ചയായും അതൊരു ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം എല്ലാവരും കേരളത്തിൽ നിന്നല്ല രാജ്യം മുഴുവൻ എല്ലാവരും കുറേയേറെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും എന്നും അതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തിനെല്ലാം വില കുറയും, എന്തിനെല്ലാം വില കൂടും എന്നത് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷേ അതേക്കുറിച്ചൊരു വ്യക്തത ഇപ്പോൾ ഇന്നലെ കുറേ ആ നികുതി നിരക്കിനെക്കുറിച്ച് വാർത്തകൾ വന്നപ്പോൾ മാധ്യമങ്ങളിൽ വന്ന വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് ഒരു വ്യക്തത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല, ഉപഭോക്തൃ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ജോൺ ജോസഫ്, ആ നിലയ്ക്ക് ഇന്നിപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞു ഇതിൻ്റെ MRP അടക്കമുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ MRPയും ഇപ്പോഴത്തെ നികുതിയും ഇതിന് ശേഷമുള്ള നികുതിയുമെല്ലാം GST നടപ്പാക്കിയതിന് ശേഷമുള്ള നികുതിയുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഏത് തരത്തിലാണ് ഈ MRPയുടെ കാര്യത്തിൽ ഈ കമ്പനികൾക്ക് തട്ടിപ്പ് നടത്താൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കാലേകൂട്ടിയുള്ള ഒരു ധാരണയുണ്ടാക്കാതെ GSTയിലേക്ക് പോകുന്നു എന്ന തോന്നലുണ്ടാക്കുന്നുണ്ട്. അത് ശരിയാണ്? കേൾക്കത്തില്ല. ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഞാൻ കേൾക്കാമോ എന്ന് ചോദിച്ചത് കേട്ടു എന്ന് കരുതുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. ഇന്നിപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞു MRP അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി ഈ പഴയ ലിസ്റ്റും പുതിയ ലിസ്റ്റും നികുതിയുടെ കാര്യവും എല്ലാം പ്രസിദ്ധീകരിക്കുമെന്ന്. അപ്പോൾ കാലേ കൂട്ടി എങ്ങനെ കമ്പനികൾ തട്ടിപ്പ് നടത്തും എന്നതിനെക്കുറിച്ച് കണക്ക് കൂട്ടാതെ MRPയിൽ ഏത് തരത്തിലാണ് ഇടപെടേണ്ടത് എന്ന് ആലോചിക്കാതെയാണ് GSTയിലേക്ക് പോകുന്നത് എന്ന് തോന്നൽ അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്ന തോന്നലല്ലേ ഉണ്ടാവുന്നത്? GST വരുന്നതിന് മുൻപ് തന്നെ യഥാർത്ഥത്തിൽ ഉപഭോക്താക്കൾക്ക് വിലയിൽ അടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തട്ടിപ്പുകൾ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായി ഇല്ല. ഇപ്പോൾ MRP സാധനങ്ങളുടെ പാക്കറ്റുകളിൽ രേഖപ്പെടുത്തുമ്പോഴും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉൽപ്പാദന ചെലവ് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ അത് താരതമ്യം ചെയ്യാൻ ഉപഭോക്താവിന് കഴിയാത്തിടത്തോളം കാലം വ്യാപാരികളും വ്യവസായികളും എടുക്കുന്ന മാർജിൻ എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ ഉപഭോക്താവിന് സാധ്യമല്ല. അതിന് ഉപഭോക്തൃ സംഘടനകൾ വളരെ മുൻപേ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഈ MRP രേഖപ്പെടുന്നതോടൊപ്പം തന്നെ എക്സ് ഫാക്ടറി പ്രൈസ് കൂടി രേഖപ്പെടുത്താൻ ഉള്ള നിയമം കൊണ്ടുവരണം എന്നാണ്. എക്സ് ഫാക്ടറി പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കി ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈടാക്കുന്ന എക്സൈസ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള പ്രൈസിനെയാണ് എക്സ് ഫാക്ടറി പ്രൈസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സാധനം ഒരു ഫാക്ടറിക്ക് വെളിയിലേക്ക് വരുമ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഉൾപ്പെടെ 600 രൂപയാണ് അതിൻ്റെ എക്സ് ഫാക്ടറി പ്രൈസ് എന്ന് വിചാരിക്കുക. അതിനുശേഷം MRP ആയിട്ട് കാണിക്കുന്നത് 800 രൂപയാണെങ്കിൽ ആ വ്യാപാര ഇടപാടിന് 200 രൂപ ആണ് മാർജിൻ എടുക്കുന്നത് എന്ന് ഉപഭോക്താവിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ GST വരുമ്പോഴും അത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവന്നാൽ മാത്രമേ ഫലപ്രദമായി അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള ഉപഭോക്താക്കൾക്കെങ്കിലും അത് മനസ്സിലാക്കാനും താരതമ്യം ചെയ്യാനും സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ശ്രീ ജോൺ ജോസഫ്, ഇപ്പോൾ ധനമന്ത്രി പറയുന്നുണ്ടല്ലോ ഇത് സംബന്ധിച്ച് ഈ പഴയ MRPയും അന്നുണ്ടായിരുന്ന നികുതിയും പുതിയ കാലത്ത് ഈ GST നടപ്പാക്കിയതിന് ശേഷം ഈടാക്കുന്ന നികുതിയും പുതിയ വിലയും അത് പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നു. അത് സ്വാഭാവികമായും ഉപഭോക്താവിന് ഗുണം ചെയ്യില്ലേ? ഈ MRP എന്ന് പറയുന്നത് ഓരോ ലോട്ടിൻ്റെ മാനുഫാക്ചറിങ് കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നതാവും. അങ്ങനെ ഓരോ ലോട്ടിൻ്റെയും MRP കമ്പയർ ചെയ്ത് ഒരു ഉപഭോക്താവിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക എന്നത് പ്രായോഗികമാണ് എന്ന് തോന്നുന്നില്ല. നേരെ മറിച്ച് ഓരോ ലോട്ടിലും MRP രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ എക്സ് ഫാക്ടറി പ്രൈസ് കൂടി രേഖപ്പെടുത്തുകയാണെങ്കിൽ വ്യാപാര ഇടപാടുകളിൽ എത്രയാണ് മാർജിൻ ഈടാക്കുന്നത് എന്ന് ഉപഭോക്താവിന് മനസ്സിലാക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാർഗെയിൻ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ബാർഗെയിൻ ചെയ്യാനുള്ള അവസരം ഉപഭോക്താവിന് ലഭിക്കുന്നില്ല. കാരണം വ്യാപാരിക്ക് ലഭിക്കുന്ന മാർജിൻ എത്രയാണ് എന്ന് ഉപഭോക്താവിന് മനസ്സിലാക്കാൻ കഴിയാത്തിടത്തോളം മാർജിന് സാധ്യതയുണ്ട് എന്ന് ഉപഭോക്താവിന് ബോധ്യപ്പെടുന്നില്ല. നേരെ മറിച്ച് എക്സ് ഫാക്ടറി പ്രൈസ് കൊടുക്കുകയും MRP കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിന് ഇടയിലുള്ള ഗ്യാപ്പ് ആണ് മാർജിനായിട്ട് വ്യാപാരിക്ക് ലഭിക്കുന്നത്. അതിൽ ബാർഗെയിൻ ചെയ്യാൻ ഉപഭോക്താവിന് അവസരം ലഭിക്കുന്നു. അപ്പോൾ ബാർഗെയിൻ ചെയ്യാൻ ഉപഭോക്താവിന് അവസരം നൽകുക എന്നതാണ്
ഈ രംഗത്തെ ചൂഷണം ഒഴിവാക്കാൻ വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഷെറി ഉമ്മൻ, ഇത് ഉപഭോക്താവിന് ഇത് നഷ്ടമുണ്ടാക്കുന്നില്ല എന്നും ഉപഭോക്താവിനോട് നീതി കാട്ടുന്നു എന്നും അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയുണ്ട്. ആ ഉത്തരവാദിത്വം ബോധ്യപ്പെടുത്താനുള്ള എന്ത് നടപടിയായിരിക്കും GST നടപ്പാക്കുന്നതിലൂടെ ഉണ്ടാവുക? ഇതിൽ എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, GST ലോയിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്, സെക്ഷൻ 171 ആൻറ്റി പ്രോഫിറ്റിംഗ് മെഷർ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ഹെഡിങ്. അപ്പോൾ ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, GST കാരണം ഒരു മാനുഫാക്ചറിന് വല്ല ബെനിഫിറ്റ് വരുവാണെങ്കിൽ ഈ പറയുന്ന ബെനിഫിറ്റ് ഷുഡ് ബി പാസ്ഡ് ഓൺ ടു ദ കൺസ്യൂമർ. അപ്പം ഫോർ എക്സാമ്പിൾ പൊതുവെ ഇൻ്റർനാഷണലായിട്ട് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മലേഷ്യ പോലത്തെ രാജ്യം നോക്കുകയാണെങ്കിൽ അവർ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫുട്വെയർ ആണെങ്കിൽ എത്ര ആയിരിക്കണം അവരൊരു മാർജിൻ. അപ്പം ഫോർ എക്സാമ്പിൾ കോസ്മെറ്റിക്സ് ആണെങ്കിൽ എത്ര ആയിരിക്കണം അതിൻ്റെ ഒരു മാർജിൻ. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ള പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, GST വരാൻ നേരത്ത് അപ്പോൾ ഈ GST വന്നിട്ട് കമ്പനീസ് എന്തൊക്കെയാണ് ബെനിഫിറ്റ് വരുന്നത്, ആ ബെനിഫിറ്റ് ഈ ആൻറ്റി പ്രോഫിറ്ററിങ് മെഷർ കാരണം ഈ ബെനിഫിറ്റ് ഒരു കമ്പനിക്ക് കസ്റ്റമറോട് പാസ് ഓൺ ചെയ്യേണ്ട ഒരു ഒബ്ലിഗേഷൻ തന്നെയാണ്. പക്ഷേ കീ ആയിട്ട് ഒരു ചോദ്യം വരാൻ പോകുന്ന ഒരു വ്യക്തം എന്ന് പറഞ്ഞാൽ, ഹൗ ഡു ഐ ഡിറ്റർമിൻ ഈ GST വരാൻ നേരത്ത് എനിക്ക് ഇത്ര ആയിരിക്കും പ്രോഫിറ്റ് വരാൻ നേരത്ത്. ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. കേരളം നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ പൊതുവെ 4000 കോടിയോളം റവന്യൂസ് കോയർ എക്സ്പോർട്ട് എന്നാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ പൊതുവെ കേരള ജനാധിപത്യം നോക്കുകയാണെങ്കിൽ ഈ 4000 കോഴ്സിൻ്റെ കോയർ എക്സ്പോർട്ട് പൊതുവെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാർജ്ലി കോയറിൽ വാറ്റിൻ്റെ ആവശ്യം വരത്തില്ല. വാറ്റിൻ്റെ ആവശ്യമില്ലാത്ത കാരണം ലാർജ്ലി എക്സ്പോർട്ടായ കാരണം എക്സ്പോർട്ടിൽ ടാക്സ് വരുന്നില്ല. പക്ഷേ GSTയിലോട്ട് വരാൻ നേരത്ത് കോയറിൽ ഇപ്പോൾ 0% റേറ്റാണ്. ഫോർ എക്സാമ്പിൾ നോൺ കോയർ പ്രോഡക്ട്സ് ആണെങ്കിൽ അതുവരെ പൊതുവെ 5% അല്ലെങ്കിൽ 12% ടാക്സ് ആയിരിക്കും വരാൻ പോകുന്നത്. ഈ ഇൻപുട്ടിലായിരിക്കും മിക്കവാറും 5% അല്ലെങ്കിൽ 12% ആയിരിക്കും ടാക്സ് വരാൻ പോകുന്നത്. GST ലോ പ്രകാരം ഒരു കോയർ ബേസ്ഡ് എക്സ്പോർട്ടർ ആണെന്ന് ഒരു കരുത്, വേർ ഇറ്റ് ഇസ് റേറ്റ് അതർ ദാൻ 0%, അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സാവകാശം എന്ന് പറഞ്ഞാൽ ഇൻപുട്സിൽ അദ്ദേഹം 5% ടാക്സ് അടച്ചിട്ട് എക്സ്പോർട്ട് കഴിഞ്ഞിട്ട് വേണം അദ്ദേഹം ഒരു റീഫണ്ട് വേണ്ടി അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഒരു മാനുഫാക്ചറെ സംബന്ധിച്ചോളം ഒരു കീ ഇഷ്യൂ വരാൻ പോകുന്നത്, ഞാൻ എത്ര ദിവസത്തിലുള്ളതായിരിക്കും എനിക്ക് റീഫണ്ട് കിട്ടാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ പൊതുവെ സർവീസ് ടാക്സിൻ്റെ റീഫണ്ട് പൊതുവെ നോക്കുകയാണെങ്കിൽ, അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ പൊതുവെ ഒരു 8 മാസം മുതൽ ഒരു 1 year to 1.5 years വരെ എടുക്കാറുണ്ട്. ഒരു സാഡനിങ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ വാറ്റിൻ്റെ റീഫണ്ട് ഞാൻ അറിയുന്ന കുറേ കക്ഷികളുണ്ട്, അവർക്ക് 2005-06 റീഫണ്ട് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പം കീ ഇഷ്യൂ വരാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ബെനിഫിറ്റ് എങ്ങനെയാണ് ഞാൻ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്, അത് ആദ്യത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഹൗ വിൽ ദ ഗവൺമെൻറ് ഡിറ്റർമിൻ ദാറ്റ് ഇതാണ് എൻ്റെ ഒരു ബെനിഫിറ്റ്. ഇതിലൊരു കീ ആയിട്ട് എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഇതൊരു കീ ഡിസ്പ്യൂട്ടായിട്ട് മിക്കവാറും മാറുന്ന ഒരു ലക്ഷ്യം കാണുന്നുണ്ട്. ബിക്കോസ് ഇതൊരു ഡിസ്പ്യൂട്ട് തന്നെ ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന പ്രോഫിറ്റ് അല്ലായിരിക്കും ഗവൺമെൻറ് പറയുന്ന പ്രോഫിറ്റ്. ഫോർ എക്സാമ്പിൾ എൻ്റെ റീഫണ്ട് പൊതുവെ ഞാൻ ചിലപ്പോൾ ബഡ്ജറ്റ് ചെയ്യുമായിരിക്കും, എൻ്റെ റീഫണ്ട് ചിലപ്പോൾ 1 മാസത്തിൽ വരും, പക്ഷേ അൾട്ടിമേറ്റ്ലി ചിലപ്പോൾ 9 മാസത്തിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിഫറൻസ് ഓഫ് 8 months അതിൻ്റെ ഇൻട്രസ്റ്റ് കോസ്റ്റ് അത് നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്യുക എടുക്കുമെന്ന് അതൊരു ചോദ്യമായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പം ജോൺ ജോസഫ് സാർ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ആൻറ്റി പ്രോഫിറ്റിംഗ് മെഷറായി കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കമ്പനീസിന് അവർക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്ന അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ട യാതൊരു പ്രൊവിഷനും ഇല്ല. ഹവെവർ അവരൊരു കാര്യം ചെയ്യേണ്ടത്, GST കാരണം അവർക്ക് എന്താണ് ബെനിഫിറ്റ്, ആ ബെനിഫിറ്റ് അവർ കസ്റ്റമറോട് പാസ് ചെയ്യണം. അതാണ് കീ ആയിട്ടുള്ളത്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ES ബിജു, ഏറ്റവും റിലാക്സ്ഡ് ആവുന്നത് നിങ്ങളായിരിക്കും എന്ന് കരുതുന്നു. എങ്ങനെയാണ് GSTയിലേക്ക് കേരളം കടക്കുമ്പോഴുള്ള പ്രതീക്ഷകൾ? തീർച്ചയായും GSTയിലേക്ക് കേരളം കടക്കുമ്പോൾ വ്യാപാരികളും ചെറുകിട വ്യവസായികളും വലിയ പ്രതീക്ഷയോടെയാണ് ആ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. വലിയ ആശങ്കയൊന്നും ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇപ്പോൾ മുമ്പോട്ട് വയ്ക്കാനില്ല. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചിത്രം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഏതെല്ലാം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും, ഏതെല്ലാം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത കൈവരിക്കാനാകൂ. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രധാനമായും കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്ക് ഒരാശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യം ഞങ്ങളെ സംബന്ധിച്ചോളം ഗൗരവതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. MRPയിൽ ആവശ്യമായിട്ടുള്ള കുറവുകൾ, ഉൽപ്പന്നങ്ങളുടെ നികുതിയിൽ കുറവ് വരുന്ന ഉൽപ്പന്നങ്ങളുടെ MRPയിൽ കുറവ് വന്നില്ല എങ്കിൽ തീർച്ചയായും ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ സാധാരണ ഉപഭോക്താക്കൾക്ക് അതിൻ്റെ ഗുണം ലഭ്യമാകില്ല. ഇവിടെ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ആഡംബര ഉൽപ്പന്നങ്ങളുടെ നികുതിയിൽ പല ഉൽപ്പന്നങ്ങൾക്കും കുറവ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാക്സിമം
GSTയിൽ വരുന്ന നികുതി ഘടന എന്ന് പറയുന്ന 28% ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പല ഉൽപ്പന്നങ്ങളുടെയും നികുതിയിൽ കുറവ് വരുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുടെ MRPയിൽ വില കുറയ്ക്കാത്ത അനുഭവം ഈ കേരള സെയിൽ ടാക്സ് വാറ്റ് സമ്പ്രദായത്തിലേക്ക് മാറിയ സന്ദർഭത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നത് ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ടതും ഗൗരവതരവുമാണ്. അപ്പോൾ MRPയിൽ കുറവ് വരുത്താൻ ആവശ്യമായിട്ടുള്ള നിയമം തന്നെ ഈ GSTയിൽ ഉണ്ടാവണം എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചെറുകിട ഉൽപ്പാദകരെയോ ചെറുകിട വ്യാപാരികളെയോ അല്ല ഇത് ബാധിക്കുന്നത്. അവസാനം ഉപഭോക്താക്കൾ ധരിച്ചു വെക്കുന്നത് ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരും ചെറുകിട വ്യവസായികളായിട്ടുള്ള ആളുകളും ഈ MRPയിൽ കുറവ് വരുത്തുന്നില്ല എന്ന ആക്ഷേപം ഞങ്ങളുടെ മേൽ വന്നു ചേരാൻ ഇടയുണ്ട് എന്നത് ഞാൻ മുൻകൂട്ടി കാണുകയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണം ലഭ്യമാകുന്നതും യഥാർത്ഥത്തിൽ അത് കുറയ്ക്കേണ്ടതും ഇന്ത്യയിലെ കുത്തക കമ്പനികളാണ്. ഇപ്പോൾ വിദേശ നിർമ്മിതമായിട്ടുള്ള ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഉപഭോക്താക്കൾ അത് വാങ്ങുന്നത്. GST വരുന്നതോടുകൂടി അത്തരം ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വലിയ മാറ്റം വരാൻ പോവുകയാണ്. ആ മാറ്റം ഉപഭോക്താക്കൾക്ക് അനുകൂലമായി വരണം. വ്യാപാരികളെ സംബന്ധിച്ചോളം, കേരളത്തിലെ ചെറുകിട വ്യാപാരികളെ, ഇടത്തരം വ്യാപാരികളെ സംബന്ധിച്ചോളം GST വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. വലിയ തരത്തിലുള്ള മാറ്റം തീർച്ചയായും ആ നിലയ്ക്ക് നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുന്ന ഒരു നടപടിയായി തന്നെയാണ് കച്ചവടക്കാർ ഇതിനെ കാണുന്നതും. ശ്രീ സജീവൻ, ഒരു കൗതുകമുള്ള കാര്യം, ഇതൊക്കെ സാധാരണക്കാരൻ്റെ ചോദ്യങ്ങളും സംശയങ്ങളും തന്നെയാണ് കേട്ടോ. ഈ ചെറിയ കാറുകൾക്ക് വില കൂടും, ആഡംബര കാറുകൾക്ക് വില കുറയും. ഈ കണക്ക് കൂട്ടലിൻ്റെ ഒരു ലോജിക്ക് എന്താണ്? ഇവിടെ കാറുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ കാറുകൾക്ക് എക്സൈസ് ഡ്യൂട്ടി 12%, കൂട്ടത്തിൽ വാറ്റ് 14%, അപ്പോൾ 26.5%, പിന്നെ അതിന് CST ഉണ്ടെങ്കിൽ 2%, അതിനിടയിൽ ടാക്സ് വരുന്നുണ്ട്. ഇപ്പോൾ അത് 28%. അപ്പോൾ വലിയ വ്യത്യാസമില്ല എന്ന് വെച്ചാൽ വിലയിൽ അത്ര വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷേ വലിയ കാറുകളെ സംബന്ധിച്ചുള്ളത് കുറയുന്നുണ്ട്. ഇപ്പോൾ പറയുന്ന പോലെ എന്താ സംബന്ധിച്ചാൽ കുത്തക കച്ചവടക്കാർക്കാണ് അതിൻ്റെ ലാഭം കിട്ടുക എന്ന് പറയുന്ന പോലെ 1.5 ലക്ഷം രൂപയൊക്കെ കാറിന് വില കുറഞ്ഞിരിക്കുന്നു. അതെ, വലിയ ആഡംബര കാറുകൾക്ക്, വലിയ കാറുകൾക്ക്. അതാണ് ഞാൻ നേരത്തെ ആ നികുതി നിരക്കുകളെ കുറിച്ച് പറഞ്ഞത്. ആ നികുതി നിരക്കിൽ വരുന്ന വ്യത്യാസം തന്നെ ഏകദേശം 6-7% അടുത്ത് കുറവ് വരുന്നുണ്ട് വലിയ കാറുകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ചെറിയ കാറുകൾക്ക് അത് കിട്ടുന്നില്ല. അപ്പോൾ അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറയുന്നത് ഈ കുറവ് ഉപഭോക്താക്കൾക്ക് എത്തുന്ന പ്രശ്നമാണ് ഏറ്റവും ഗൗരവമുള്ളത്. ഇപ്പോൾ ജോൺ ജോസഫ് സാറ് പറയുണ്ടായി അതിൻ്റെ എക്സ് ഫാക്ടറി പ്രൈസ് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ എത്രത്തോളം പ്രോഫിറ്റാണ് ഇവരെടുക്കുന്നത്. ഇവിടെ അതല്ല പ്രശ്നം. ഞാൻ പറയുന്നത് നികുതിയിൽ വരുന്ന വ്യത്യാസം, അതിന് നമുക്ക് എക്സ് ഫാക്ടറി പ്രൈസ് ഒന്നും അറിയേണ്ട കാര്യമില്ല, നേരിട്ടറിയാം. കാരണം മാണി സാറിൻ്റെ കാലത്ത് കോസ്മെറ്റിക്സ് 14 ഉണ്ടായത് 5%ലേക്ക് കുറച്ചു, ഡയറക്റ്റായിട്ട് 9%. അപ്പോൾ 200 രൂപയുള്ള ഒരു കോസ്മെറ്റിക്സ് ഉൽപ്പന്നത്തിന് നികുതിയിൽ തന്നെ കുറവ് 19 രൂപ കുറവ് വരുന്നുണ്ട്. മാർക്കറ്റിൽ ആ MRPക്ക് തന്നെ ഈ സാധനം വിട്ടുപോയി. ഇവിടുത്തെ ഒരു ഉപഭോക്തൃ സംഘടനയോ പറഞ്ഞില്ല. കാരണം ഇവർ ഈ എക്സ് ഫാക്ടറി പ്രൈസിന് വേണ്ടി കാത്തിരിക്കുന്ന എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. നികുതി നിരക്കിൽ വരുന്ന കുറവ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ നേരിട്ട് മനസ്സിലാക്കിയ ആ നികുതി കുറവ് അത് നമുക്ക് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് എക്സ് ഫാക്ടറി പ്രൈസ് ഒന്നും ചോദിച്ച സമയം കളയണ്ട, നേരിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാധനങ്ങളുടെ ചരക്കുകളിലെല്ലാം തന്നെ നമ്മൾ വില എടുത്ത് നോക്കുകയാണെങ്കിൽ GSTയിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. GSTയിൽ 228 ചരക്കുകൾക്കാണ് 28% നികുതി. 1000-ഓളം ചരക്കുകൾക്ക് വാറ്റിൽ 14% നികുതിയുണ്ട്. അപ്പോൾ ഈ 228 ചരക്കുകളെ സംബന്ധിച്ചുള്ള 28% നികുതി വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് എന്തോ ഓഹരി കിട്ടും. ഇപ്പോഴും എനിക്ക് അനുപാതത്തെ സംബന്ധിച്ചുള്ള ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇനി വ്യക്തത വരികയാണെങ്കിൽ 50-50 നമ്മൾ അതുവരെ കാത്തിരിക്കേണ്ട. 50-50 നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് 14% അവിടെ കിട്ടുള്ളൂ. ഇതുവരെ 14.5% നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങൾക്ക് ഇനി നമുക്ക് 14 കുറയുകയാണ്. പല സാധനങ്ങൾക്ക് ഇപ്പോൾ GST വരുന്ന സമയത്ത് പല സാധനങ്ങൾക്കും സർക്കാരിന് കിട്ടേണ്ട വരുമാനത്തെ സംബന്ധിച്ചുള്ള വരുമാനത്തിൽ കുറവ് വരുന്നുണ്ട്. അവിടെയുള്ള പ്രതീക്ഷ നമുക്കിതുവരെ കിട്ടാതിരുന്ന സർവീസ് സെക്ടറിലേക്ക് നമ്മൾ പോകുന്നു. അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് വാങ്ങുന്ന ചരക്കുകൾക്ക് എൻട്രി ടാക്സ് ഇല്ലാതായതിനു ശേഷം നമുക്ക് ടാക്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നികുതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നികുതി നിരക്കിൻ്റെ കുറവ് സർക്കാർ വരുമാനത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നികുതി നിരക്ക് കുറഞ്ഞതിനനുസരിച്ചിട്ട് ചരക്കുകൾക്ക് വില കുറയണം. പക്ഷേ ചരക്കുകൾക്ക് വില കുറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ഇപ്പോൾ സർക്കാർ ഖജനാവിക്കുള്ള വരുമാനത്തെ സംബന്ധിച്ചുള്ള നമ്മൾ ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ കുറവ് ഉപഭോക്താക്കൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഉപഭോക്തൃ സംഘടനകൾ എന്തുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നില്ല, പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നില്ല? ഇപ്പോൾ ഈ മന്ത്രി പറഞ്ഞു പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്, ഇതുവരെ ഒരു ഉപഭോക്തൃ സംഘടനകൾ ആ പട്ടികയ്ക്ക് വേണ്ടിയിട്ടൊരു ശ്രമം ഇവിടെ നടത്തിയിട്ടില്ല. അപ്പോൾ ഉപഭോക്തൃ സംഘടനകളെ സംബന്ധിച്ചുള്ള അവർ സജീവമാകേണ്ട ഒരു സമയം തന്നെയാണ്, യാതൊരു സംശയമില്ല. തീർച്ചയായും അതാണ്, അതായത് സർക്കാർ ഇത് ചെയ്തു തരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക, അല്ലെങ്കിൽ ഈ കമ്പനികൾ അത് ചെയ്തു തരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട അവസരമല്ല ഇത്. അല്ല, ഉപഭോക്തൃ സംഘടനകൾക്ക് തന്നെ ഈ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാം. അവർ തന്നെ മുൻകൈ എടുത്തിട്ട് അവർക്ക് തന്നെ ഇതിൻ്റെ സ്റ്റാറ്റിക്സ് കളക്ട് ചെയ്തിട്ട് അവർക്കിത് പബ്ലിഷ് ചെയ്യാവുന്നേ ഉള്ളൂ. ഉത്തരവാദിത്തപ്പെട്ട ഉപഭോക്തൃ സംഘടനകളെല്ലാം തന്നെ ചെയ്യേണ്ടതുമാണ്. കാരണം ഉപഭോക്താക്കളെ സംബന്ധിച്ചുള്ള ഉപഭോക്താക്കൾ എല്ലാ കാലത്തും വഞ്ചിക്കപ്പെടുന്നുണ്ട്. നികുതിക്ക് കുറവ് വരുന്നതിനെ സംബന്ധിച്ചുള്ള നികുതിക്ക് ഏത് സമയത്ത് കുറവ് വന്നാലും അതപ്പം തന്നെ അതിൻ്റെ MRPയിൽ റിഫ്ലക്ട് ചെയ്യും. കാരണം MRP നികുതി ഉൾപ്പെടെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോസ്മെറ്റിക്സിന് 9% നികുതി കുറവ് വന്നു, അത് MRPയിൽ കുറവ് വരണം. പിന്നെ ജോൺ ജോസഫ് സാറ് പറഞ്ഞ പോലെ ബാച്ചുകൾക്കനുസരിച്ചിട്ട് വില മാറിക്കൊണ്ടിരിക്കും.
അതിപ്പോൾ മെഡിസിനെ പോലെ എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഉൽപ്പന്നങ്ങൾക്ക് ഓരോ ബാച്ചിനനുസരിച്ചിട്ട് വില അങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ഒരു നിശ്ചിത കാലഘട്ടത്തിൽ അവർ വില വർദ്ധിപ്പിക്കുന്നു എന്നല്ലാതെ ഓരോ ബാച്ചിനും ഓരോ വില എന്നുള്ള നിലയ്ക്കല്ല ഉൽപ്പന്നങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ എക്സ് ഫാക്ടറി പ്രൈസ് അറിയണം എന്നുള്ളത് ശരി തന്നെയാണ്. അത് ഉപഭോക്താക്കളെ സംബന്ധിച്ചുള്ള ഉപഭോക്താക്കളുടെ ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. പക്ഷേ നേരിട്ട് വരുന്ന നികുതി കുറവ് ഈ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള ഉൽപ്പന്നങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഉപഭോക്താക്കൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്. അത് ഉപഭോക്തൃ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് തന്നെയാണ്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോൺ ജോസഫിലേക്കും വരാം. അതിന് മുൻപ് ശ്രീ ഷെറി ഉമ്മനിലേക്ക്. ശ്രീ ഷെറി ഉമ്മൻ, സംസ്ഥാനത്ത് ഈ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് പുതിയ മേഖലകളിൽ നിന്ന് നികുതി വരുമാനം ഉണ്ടാകും എന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഇതെല്ലാം ആത്യന്തികമായി പ്രതീക്ഷകളാണ്. സാമ്പത്തിക ശാസ്ത്രമായതുകൊണ്ട് ഏതാണ്ട് ഒക്കെ അതുപോലെയൊക്കെ സംഭവിക്കാനുമാണ് സാധ്യത. പക്ഷേ സംസ്ഥാനം പ്രതീക്ഷിക്കുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയ്ക്ക് സംസ്ഥാനം പ്രതീക്ഷിക്കുന്ന മേഖലകളിൽ നിന്നെല്ലാം പുതിയ തരത്തിലുള്ള വരുമാനം വരാനും വരുമാന നഷ്ടമില്ലാതെ നേട്ടമുണ്ടാക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? അത് നല്ലൊരു ചോദ്യമാണ്. GST കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ സിനാറിയോ നോക്കുകയാണെങ്കിൽ പൊതുവെ ടാക്സ് ഓൺ ടാക്സ് ആണ് നമ്മുടെ നാടിൻ്റെ ഒരു കീ ആയിട്ടൊരു പ്രശ്നം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഗുഡ് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ആ ഗുഡിൻ്റെ മേൽ എക്സൈസ് ഡ്യൂട്ടി വരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഒരു ഗുഡിൻ്റെ വില സപ്പോസ് 100 റുപ്പീസ് ആണെന്ന് കരുതും. ആ 100 എക്സൈസ് ഡ്യൂട്ടി 10%, അപ്പോൾ 110 ഈ 110 മേലായിരിക്കും വാറ്റ് അടിക്കേണ്ട ആവശ്യം. അപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം നോക്കുകയാണെങ്കിൽ അതിൽ ടാക്സ് ഓൺ ടാക്സിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നു. രണ്ടാമത് കീ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് ക്രെഡിറ്റ് സംബന്ധിച്ചോളം, ഫോർ എക്സാമ്പിൾ ഒരു ട്രേഡർ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സർവീസ് ടാക്സിന് ഇൻപുട്ട് ക്രെഡിറ്റ് അദ്ദേഹം വാറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഒരു സർവീസ് പ്രൊവൈഡറിന് വാറ്റിൻ്റെ ഇൻപുട്ട് ക്രെഡിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇന്ത്യയുടെ ഒരു സ്ട്രക്ചർ പൊതുവെ നോക്കുകയാണെങ്കിൽ ലാർജ്ലി ഒരു അൺഓർഗനൈസ് സെക്ടറാണ് നമ്മുടെ ഒരു ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ, പൊതുവെ നമ്മൾ കാണാറുണ്ട് എക്സൈസ് ഡ്യൂട്ടിയുടെ ലിമിറ്റ് 1.5 കോടി കഴിഞ്ഞാൽ മാത്രമാണ് എക്സൈസ് ഡ്യൂട്ടീൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പൊതുവെ നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അച്ഛനായിരിക്കും ഒരു ബിസിനസ് തുടങ്ങുന്നത്, അദ്ദേഹത്തിൻ്റെ ടോണർ 1.5 കോടി ക്രോസ് ആവുന്ന മുമ്പ് തന്നെ മോൻ്റെ പേരിലായിരിക്കും അടുത്ത ബിസിനസ് തുടങ്ങുന്നത്. മോൻ്റെ ബിസിനസ് അതുപോലെ തന്നെ മോൻ്റെ ബിസിനസ് 1.5 കോടി കൂടുന്ന മുമ്പ് തന്നെ ഭാര്യയുടെ പേരിലായിരിക്കും ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ പൊതുവെ നോക്കുകയാണെങ്കിൽ ഈ എക്സൈസ് ഡ്യൂട്ടി എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ദാറ്റ് വി ക്രിയേറ്റ്. പക്ഷേ GSTയിലോട്ട് വരാൻ നേരത്തെ ഒരു പ്രാധാന്യം വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലാർജ്ലി അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഹു ആർ നോട്ട് ഇൻ ദ ടാക്സ് നെറ്റ് അവരെല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം ടാക്സ് നെറ്റിലോട്ട് വരാൻ തുടങ്ങും. ഈ മീഡിയ വൺ കാണുന്ന വ്യൂവേഴ്സോട് എനിക്ക് പ്രാധാന്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്മാൻ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇഫ് ഹി ബൈസ് ഫ്രം എൻ അൺരജിസ്റ്റേർഡ് ആയ ഒരു ഡീലറുടെ കയ്യിൽ നിന്ന് അദ്ദേഹം മേടിക്കുകയാണെങ്കിൽ അദ്ദേഹം റിവേഴ്സ് ടാക്സിലായിരിക്കും ടാക്സ് അടയ്ക്കേണ്ട ഒരു ആവശ്യം. ഫോർ എക്സാമ്പിൾ, ആ കാരണവശാൽ പൊതുവെ ഒരു ഡീലർ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ് വിഷ് വുഡ് ബി ഹി വുഡ് ലൈക്ക് ടു ഡീൽ വിത്ത് എ രജിസ്റ്റേർഡ് ഡീലർ. ആ കാരണവശാൽ ഇപ്പം ഒരു അൺരജിസ്റ്റേർഡ് ആയ ആൾക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് അത് GSTയിലോട്ടും മാറുന്ന ഒരു ലക്ഷണം ഞാൻ കാണുന്നു. അഞ്ചാമത്തെ ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഉത്തരാഖണ്ഡ് പോലത്തെ രാജ്യം അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ പൊതുവെ നോക്കുകയാണെങ്കിൽ അവിടെ എക്സൈസ് ഡ്യൂട്ടീൻ്റെ എക്സെപ്ഷൻ ഉണ്ട്. ആ കാരണവശാൽ പൊതുവെ കുറേ കമ്പനീസ് അവർ ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ ഉത്തരാഞ്ചൽ അല്ലെങ്കിൽ മേഘാലയ അതുപോലത്തെ രാജ്യങ്ങളിലായിരിക്കും യൂണിറ്റ് ഇപ്പോൾ സെറ്റപ്പ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് അറിയോ, ഫോർ ദ റീസൺ ദാറ്റ് എക്സൈസ് ഡ്യൂട്ടി ഈസ് എക്സംപ്റ്റഡ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ അതുപോലത്തെ കിട്ടുന്ന ബെനിഫിറ്റ്സ് അതെല്ലാം സ്ക്രാപ്പ് ആവാണ്. അടുത്ത കീ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ പോണ്ടിച്ചേരി പൊതുവെ കേരളം നോക്കുകയാണെങ്കിൽ കുറേ പോണ്ടിച്ചേരി വണ്ടികൾ നമ്മൾ കാണാറുണ്ട്. കാരണം എന്താ അവിടുത്തെ വാറ്റ് റേറ്റ് കുറവായ കാരണം. ഇപ്പം പൊതുവെ നോക്കുകയാണെങ്കിൽ ഒരു ലാർജ്ലി ഒരു റാഷണലൈസേഷനാണ് നമ്മളിപ്പോൾ കാണുന്ന ഒരു കാര്യം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ റാഷണലൈസേഷൻ കാരണം ഈ ഓവറോൾ റാഷണലൈസേഷൻ ആയ കാരണം ഒരു ബിസിനസ്മാൻ സംബന്ധിച്ചോളം ഈ ജി എസ് ടി കാരണം അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ്സ് കൂടുവോ അത് എനിക്ക് സത്യം പറഞ്ഞാൽ അതിലെനിക്കൊരു ഡൗട്ടുണ്ട്. ബിക്കോസ് അദ്ദേഹത്തിന് ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ ഒരു പ്രാധാന്യമായിട്ടൊരു കാര്യം ഫോർ എക്സാമ്പിൾ ഒരു ഡീലറിന് ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ കീ കണ്ടീഷൻസ് ഹാവ് ടു ബി സാറ്റിസ്ഫൈഡ്. ഞാൻ ഫോർ എക്സാമ്പിൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഗുഡ്സ് മേടിച്ചെന്ന് കരുത്, എനിക്ക് ആ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ ഞാൻ മേടിച്ച സപ്ലയർ അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യണം. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അടച്ച ടാക്സ് ഈ സപ്ലയർ ഗവൺമെൻറ്റിന് അടിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടാൻ ഓൺലി ദെൻ വിൽ ഐ ഗെറ്റ് ഇൻപുട്ട് ക്രെഡിറ്റ്.
ആ കാരണവശാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ഫോർ എക്സാമ്പിൾ ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ കേരള ഗവൺമെൻറ് ബീറ്റ ടെസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചില ഒരു 10 to 15 SSCs ബീറ്റ ടെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ സീംലെസ് ഇൻപുട്ട് ക്രെഡിറ്റ് എൻഡിങ്ങിൽ ഈ ഫോർ എക്സാമ്പിൾ ഞാൻ മേടിക്കുന്ന ഗുഡ്സ് അതിൽ എൻ്റെ സപ്ലയർ കറക്റ്റായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നു, കറക്റ്റായിട്ട് ടാക്സ് അടയ്ക്കുവാണെങ്കിൽ ആ ഒരു പ്രിമൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദർ കുഡ് ബി റിഡക്ഷൻ ഇൻ പ്രൈസ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാരി ഞാനിപ്പോൾ ബീറ്റ ടെസ്റ്റിംഗ് ഇപ്പോൾ ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇപ്പം പൊതുവെ നോക്കുകയാണെങ്കിൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ കുറേ ഇഷ്യൂസ് ആയ കാരണം ഇത് എത്രത്തോളം ഈ നെക്സ്റ്റ് ക്വാർട്ടർ, ഫോർ എക്സാമ്പിൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഈ നെക്സ്റ്റ് 2 quarters അതൊരു ബിസിനസ്മാൻ എത്രത്തോളം അതിൻ്റെ ഒരു ബെനിഫിറ്റ് വരും അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ. ആശങ്കകൾ ഇങ്ങനെ ഇതിന്റെ സാങ്കേതികമായ ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. കാരണം ഇനി അങ്ങോട്ടുള്ള കുറച്ചു കാലത്തേക്ക് ആശയക്കുഴപ്പങ്ങളുടെ കാലമായിരിക്കും എന്ന ആശങ്കയുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ളൊരു ആശങ്ക വ്യാപാരികളെ സംബന്ധിച്ചോളം ഉണ്ട്. ഈ സോഫ്റ്റ്വെയറിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാട്ടിലെ എല്ലാ വ്യാപാരികളെയും ബാധിക്കും. മാത്രവുമല്ല, ഇൻപുട്ട് ക്രെഡിറ്റ് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മൾ ആരോടാണോ ഉൽപ്പന്നം വാങ്ങിയത് അവർ കറക്റ്റായ നിലയിൽ റിട്ടേൺ ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ ആ ഇൻപുട്ട് ക്രെഡിറ്റ് വാങ്ങുന്ന കച്ചവടക്കാരനെ സംബന്ധിച്ചോളം കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലാകെ ഒരേ ടാക്സായി വരുന്ന സന്ദർഭത്തിൽ നമ്മൾ കർണാടകത്തിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ഒരു ഉൽപ്പന്നം കേരളത്തിലെ ഒരു വ്യാപാരിയോ ഒരു വ്യവസായിയോ വാങ്ങിയാൽ ആ വാങ്ങുന്ന ബില്ല് ആ വാങ്ങുന്നയാൾ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രം പോരാ. ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത് അവരും അതിൻ്റെ റിട്ടേൺ കൃത്യമായി ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ ഇൻപുട്ട് ക്രെഡിറ്റിന് അർഹതയുണ്ടാവുകയുള്ളൂ. അത് സോഫ്റ്റ്വെയറിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുഴപ്പം സംഭവിച്ചാൽ ആ കുഴപ്പത്തിൻ്റെ ഉത്തരവാദി കേരളത്തിൽ വാങ്ങുന്ന കച്ചവടക്കാരനാകുന്ന ഒരു ആശങ്ക കച്ചവടക്കാരെ സംബന്ധിച്ചോളം ഉണ്ട്. ഇത് തരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം യഥാർത്ഥത്തിൽ കൊണ്ടുവരേണ്ടത് ഗവൺമെൻറ് സംവിധാനമാണ്. ആ സംവിധാനം പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ അത് പരിപൂർണതയിൽ എത്തിക്കാൻ കഴിയൂ. ഇപ്പോൾ തന്നെ ഇതിൽ സൂചിപ്പിക്കപ്പെട്ടത് അതിർത്തി ചെക്ക് പോസ്റ്റുകൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടും എന്ന് ഈ GST കൗൺസിൽ ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റുകളിലെയും, കേരളത്തിലെ മാത്രമല്ല എല്ലാ സ്റ്റേറ്റുകളിലെയും. പക്ഷേ അതിന് ഫലപ്രദമായിട്ടുള്ള മറ്റ് സംവിധാനങ്ങളാകുന്നത് വരെ, ഇപ്പോൾ കേരളത്തിലെ ധനകാര്യമന്ത്രി പറഞ്ഞു ഡിസംബർ വരെ താൽക്കാലികമായിട്ടാണെങ്കിലും അതിർത്തി ചെക്ക് പോസ്റ്റുകൾ നിലനിർത്തും എന്നാണ് പറഞ്ഞത്. അത് മാറുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കച്ചവടക്കാരെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടിലാക്കുമോ എന്നൊരാശങ്ക കച്ചവടക്കാർക്കുണ്ട്. ഇപ്പോൾ ഒരു ഉൽപ്പന്നം കൊണ്ടുവരുമ്പോൾ ആ ഉൽപ്പന്നം യഥാർത്ഥത്തിൽ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തുമ്പോൾ മാത്രമേ ഞങ്ങൾക്കത് വിൽപ്പന നടത്താൻ കഴിയൂ. ഇപ്പോൾ ഇതിൻ്റെ നിയമത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ഗുണകരമാണ്. കാരണം ഒരു സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥൻ വാഹനത്തിൽ വരുന്ന ഒരു ഉൽപ്പന്നം പരിശോധിക്കുമ്പോൾ ആ പരിശോധിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന് അരമണിക്കൂറിൽ കൂടുതൽ ആ ഉൽപ്പന്നം തടഞ്ഞു വെക്കാൻ കഴിയില്ല എന്ന് ഇതിൻ്റെ അകത്ത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചോളം വലിയ ഗുണമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ വാളയാറാണെങ്കിലും അവരവിളയാണെങ്കിലും ചെക്ക് പോസ്റ്റുകളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മണിക്കൂറുകളോടെ അവിടെ കെട്ടിക്കിടക്കുകയാണ്. പല ഉൽപ്പന്നങ്ങളും അവിടെ കിടന്ന് നശിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. ആ നിലയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടും എന്നത് കച്ചവടക്കാരെ സംബന്ധിച്ചോളം വലിയ ആശാവഹമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ സോഫ്റ്റ്വെയർ രംഗത്തുണ്ടാവാൻ ഇടയുള്ള ഈ പറഞ്ഞ തരത്തിലുള്ള, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടുന്നതിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കപ്പെടും എന്ന് മാത്രമല്ല, അതിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ട ആളുകളായി ഞങ്ങൾ മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ വരും. അത് തീർച്ചയായും ആശങ്ക ഉണർത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ. ശ്രീ ജോൺ ജോസഫ്, ഈ ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ ശ്രീ സജീവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഉൽപ്പന്നങ്ങളിൽ പലതിനും വില കുറയും എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ആ ഒരു GSTയുടെ സങ്കല്പത്തിലേക്ക് കടന്നിട്ട് അതിൻ്റെ ശതമാന കണക്കുകൾ കണക്ക് കൂട്ടിയാണ് നമ്മളങ്ങ് പറയുന്നത് വില കുറയുമെന്ന്. പക്ഷേ ഇതൊരു ദേശീയ സാഹചര്യമാണ് ഈ വാർത്തകളിലൂടെ വരുന്നത്. അതിനനുസരിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് നേരത്തെ വില കുറഞ്ഞിരുന്ന പല ഉൽപ്പന്നങ്ങൾക്കും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്നതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. ആ നിലയ്ക്ക് കേരളത്തിൽ നോക്കിയാൽ കേരളത്തിൽ മുമ്പ് വില കുറഞ്ഞിരുന്ന പലതിനും വില കൂടാൻ സാധ്യതയുണ്ട്, വില കൂടിയിരുന്നതിന് പലതിനും വില കുറയാനും സാധ്യതയുണ്ട്. അത് ദേശീയ സാഹചര്യമല്ല. അപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കണക്കുകളല്ല യാഥാർത്ഥ്യം, അത് സംസ്ഥാനം തന്നെ കണ്ടെത്തി അവതരിപ്പിക്കേണ്ട ഒരു കണക്കാണ് എന്നതല്ലേ വാസ്തവം. ആ കാര്യത്തിൽ ഉപഭോക്തൃ സംഘടനകൾക്കും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 3 കാര്യങ്ങൾ ആ കാര്യത്തിൽ ശ്രീ സജീവൻ ഉന്നയിച്ച പ്രശ്നവുമായി ബന്ധപ്പെടുത്തി 3 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകളും ഒരു 15 വർഷം മുൻപ് ഉപഭോക്തൃ സംഘടനകൾക്ക് നൽകിയിരുന്ന തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ ഈ കഴിഞ്ഞ 15 വർഷമായി നൽകുന്നില്ല.
അതുകൊണ്ട് തന്നെ ഉപഭോക്തൃ സംഘടനകൾക്ക് സാങ്കേതികമായ വിവരശേഖരണമൊക്കെ ആവശ്യമുള്ള സംഗതികൾ നടത്തി ജനങ്ങളുടെ ഇടയിൽ, ഉപഭോക്താക്കളുടെ ഇടയിൽ വിവരങ്ങൾ നൽകുക എന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസുള്ള ഉപഭോക്തൃ സംഘടന പോലും കേരളത്തിൽ ഇല്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ ഉപഭോക്തൃ കൗൺസിലുകൾ സജീവമായി പ്രവർത്തിക്കുന്നില്ല. ഗവൺമെൻറ് അക്കാര്യത്തിൽ അല്പം പോലും താല്പര്യമെടുക്കാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. സന്നദ്ധ സംഘടനകളായി പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ സംഘടനകൾക്ക് ധാരാളം പരിമിതികളുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത്തരം സംഘടനകൾക്ക് ഗവൺമെൻറ്റുകൾ പ്രോത്സാഹനം നൽകേണ്ടതാണ് എന്ന നിലയ്ക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ തന്നെ വ്യവസ്ഥകൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതൊന്നും മാനിക്കാതെ ഉപഭോക്തൃ സംഘടനകളെ എല്ലാവിധത്തിലും നിരുത്സാഹപ്പെടുത്തുന്ന നിലപാടാണ് സെൻട്രൽ ഗവൺമെൻറ് ആയാലും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും എടുക്കുന്നത്. അതുകൊണ്ട് ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കത്തക്ക വിധം ഉപഭോക്തൃ സംഘടനകൾക്ക് ഉണർന്ന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. രണ്ടാമത്, യഥാർത്ഥത്തിൽ ഈ എക്സൈസ് ഡ്യൂട്ടിയെക്കുറിച്ച് പറയുന്നതും GSTയെക്കുറിച്ച് പറയുന്നതും ശ്രീ സജീവൻ ഒരുപക്ഷെ വിശദീകരിക്കാൻ കഴിയുമായിരിക്കാം. ഇപ്പോൾ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ വില വരുന്നത് പല സ്റ്റേജിൽ മാനുഫാക്ചറിങ് സ്റ്റേജസ് കടന്നുപോയിക്കൊണ്ടാണ്. ഉദാഹരണത്തിന് ഒരു കാർ ഉണ്ടാക്കുന്നു, അതിൻ്റെ തുടക്കം അയണോറിൽ നിന്നാണ്. അപ്പോൾ അയണോർ പച്ചിരുമ്പാക്കുന്ന സമയത്ത് അവിടെ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. പച്ചിരുമ്പിൽ നിന്ന് സ്റ്റീൽ ഉണ്ടാക്കുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. സ്റ്റീലിൽ നിന്ന് കാറിൻ്റെ പാർട്ടുകൾ ആയി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. ആ പാർട്ടുകൾ അസംബിൾ ചെയ്ത് കാറ് ഉണ്ടാക്കുന്ന ആ സമയത്തും എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. ഇപ്പോൾ GST പെർസെൻറ്റേജ് വെച്ച് വരുമ്പോൾ ഈ ഓരോ സ്റ്റേജിലും GSTയുടെ പെർസെൻറ്റേജ് ഈടാക്കുമ്പോൾ മുൻപത്തേക്കാൾ ടാക്സ് കൂടുകയാണോ ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ സംബന്ധിച്ചോളത്തോളം എന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ സജീവന് അഭിപ്രായം പറയാൻ സാധിക്കുമായിരിക്കും. മൂന്നാമതൊരു പോയിൻ്റ് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ ടാക്സ് റെജീം ഇല്ലാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചുള്ള ചിന്ത ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അർത്ഥക്രാന്തി എന്ന പേരിലാണ് ആ സാമ്പത്തിക വ്യവസ്ഥിതി അറിയപ്പെടുന്നത്. അവിടെ നികുതികളെ ആവശ്യമില്ല, എല്ലാ ട്രാൻസാക്ഷൻസും ബാങ്കുകൾ വഴി നടത്തിക്കൊണ്ട് അത്തരം ട്രാൻസാക്ഷൻസിന് 2% ബാങ്ക് ചാർജ് ഈടാക്കുന്ന വ്യവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ലോക്കൽ അതോറിറ്റീസിനും ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ റവന്യൂ ബാങ്ക് ചാർജ് ഷെയർ ചെയ്യുന്നതിലൂടെ ലഭിക്കുമെന്നും, അങ്ങനെ ആയാൽ ടാക്സ് റെജീം തന്നെ ആവശ്യമില്ല, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അഴിമതികൾ ആവശ്യമില്ല, സർക്കാരിൻ്റെ ചെലവുകൾ ആവശ്യമില്ല എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതേക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ട് അത്തരം ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് കൂടി ആലോചിക്കണം എന്നാണ് ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വളരെ വിപ്ലവകരമായ ഒരു മാറ്റം ഇപ്പോഴുണ്ടാകുന്നു. അതിൻ്റെ അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിന് ഇനി എത്ര കാലം കഴിഞ്ഞാവും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. മറ്റൊന്ന്, നമുക്ക് നേരിട്ട് മലയാളിക്ക് താല്പര്യമുള്ള വിഷയങ്ങളുണ്ട്. സ്വർണത്തിൻ്റെ വില, കാറിൻ്റെ വില, വാഷിംഗ് മെഷീൻ്റെ വില, ഫ്രിഡ്ജിൻ്റെ വില, ഇങ്ങനെയാണ് സാധാരണ ഒരു ബജറ്റ് വന്നാൽ ആലോചിക്കുന്നത്, ഇത്തരം സാഹചര്യങ്ങളിലും ആലോചിക്കുന്നത്. അതിലേക്ക് കുറേ കൂടി കൃത്യമായി നമുക്ക് കടന്നു വരാൻ ഒരു ശ്രീ സജീവൻ, സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണവിലയാണ് ഒരുപക്ഷെ മലയാളിയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക. ആ കാര്യത്തിൽ പക്ഷേ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇന്ന് പോലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പല തരത്തിലാണ് ആ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. 5% എന്നത് 3% ഇപ്പോൾ എന്തായാലും ഒരു ധാരണയിലെത്തി ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമോ, അതല്ല സംസ്ഥാനത്ത് വില കുറയുമോ കൂടുമോ എന്ന സംശയമുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് നികുതി വർധനവുണ്ടാകും 3%. പക്ഷേ സ്വർണ്ണത്തിൻ്റെ വിലയെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണത്തിൻ്റെ നികുതി ഒരു കാരണവശാലും സ്വർണ്ണത്തിൻ്റെ വിലയെ ബാധിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ശരി. കാരണം നികുതി സംബന്ധമായിട്ട് ഇപ്പം നികുതി 4% ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സ്വർണ്ണ വ്യാപാരികൾ ധനമന്ത്രിയെ കണ്ട് 1% ആണെങ്കിൽ നികുതിയുടെ വർധനവ് കൂടുതലേ ഉണ്ടാകുള്ളൂ, അതിൻ്റെ ടേൺ ഓവർ കൂടുതൽ അക്കൗണ്ട് ചെയ്യുന്ന ടേൺ ഓവർ കൂടുതൽ അക്കൗണ്ട് ചെയ്യപ്പെടുമ്പോൾ അതുകൊണ്ട് നികുതി വർധനവ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് 1% ആക്കിയതിന് ശേഷം ഖജനാവിലേക്ക് 1/3 നികുതിയെ കിട്ടുള്ളൂ. നികുതി നേരെ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നികുതി നിരക്ക് കുറയുന്നതിനനുസരിച്ചിട്ട് സ്വർണ്ണ മേഖലയിൽ നിന്നുള്ള വരുമാനം കൂടും, അല്ലെങ്കിൽ സ്വർണ്ണത്തിൻ്റെ വിലയിൽ അത് കാര്യമായി സ്വാധീനിക്കുന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത് പണ്ട് നമ്മൾ പരീക്ഷിച്ച് നോക്കിയിരിക്കുന്നതാണ്. സ്വർണ്ണത്തിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് കുറേ അധികം ഇപ്പോൾ പണിക്കൂലി എന്നുള്ള നിലയ്ക്ക് അവർ വാങ്ങിക്കുന്ന പണം, പണിക്കുറവ് എന്നുള്ള നിലയ്ക്ക് അവരുണ്ടാക്കുന്ന ലാഭം, ഇതെല്ലാം വലിയ രീതിയിൽ തന്നെയുള്ള ലാഭമാണ് സ്വർണ്ണ വ്യാപാരികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നികുതിയെ സംബന്ധിച്ചുള്ള നികുതി അവർക്കും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമല്ല.
കാരണം ഇപ്പോൾ നികുതി സംബന്ധിച്ചുള്ള അത് 3% ശരി, 1% ശരി, 4% ശരി, അവരത് കാര്യമായി ബാധിക്കുന്നില്ല. അത് അവർ പണിക്കൂലിയിലും മറ്റേ പണിക്കുറയിലെല്ലാം തന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ പ്രകടമായിട്ട് അതിൻ്റെ ഒരു ഗുണമൊന്നും ആ നിലയ്ക്ക് വില കുറവ് സ്വർണം ആഗ്രഹിക്കുന്ന ഉപഭോക്താവിന് കിട്ടാൻ പോകുന്നില്ല. സ്വർണ്ണ മേഖലയിൽ നിന്ന് ഉപഭോക്താവിന് അനുസരിച്ചിട്ടുള്ള കുറവ് ഒരിക്കലും ഒരു കാരണവശാലും കിട്ടില്ല. പിന്നെ സ്വർണ്ണ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ GST വരുന്നതുകൊണ്ട് സ്വർണ്ണ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വെട്ടിപ്പുകൾ, ഇപ്പോൾ സ്വർണ്ണത്തെ സംബന്ധിച്ചോളം സ്വർണ്ണം അനധികൃതമായിട്ട് കടത്തിക്കൊണ്ടുവരുന്നു, അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. സ്വർണ്ണത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം ഇപ്പോൾ സ്വർണ്ണ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതിനൊന്നും ഒരു കുറവ് വരാൻ പോകുന്നില്ല, അത് തുടരും. ഇപ്പോൾ സ്വർണ്ണ വ്യാപാരികൾ പറയുന്നുണ്ട് 3% നികുതി കുറച്ചു. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വൻകിട കച്ചവടക്കാരെ സംബന്ധിച്ചോളം അവർ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. കോമ്പൗണ്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് 1.5% നികുതി ബാധ്യത വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അത് ഉപഭോക്താക്കളിൽ നിന്ന് ശേഖരിക്കുന്നവരുണ്ട്, ഉപഭോക്താക്കളിൽ നിന്ന് ശേഖരിക്കാതെ തന്നെ നികുതി അടയ്ക്കുന്ന കച്ചവടക്കാരുണ്ട്. അപ്പോൾ അവിടെ നികുതിയെ സംബന്ധിച്ചോളം സ്വർണ്ണ മേഖലയെ സംബന്ധിച്ചിടത്തോളം നികുതി കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഈ 3% നികുതി ടേൺ ഓവറിൽ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് ഖജനാവിലെ സംബന്ധിച്ചിടത്തോളം നികുതി വർധനവുണ്ടാകും. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അവരുടെ കച്ചവടം ഇപ്പോൾ കറൻസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2 ലക്ഷം രൂപ വരെയുള്ള ട്രാൻസാക്ഷനെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തതെല്ലാം തന്നെ എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഇടപാടുകളോ മറ്റേ ഈ ക്യാഷ്ലെസ് ട്രാൻസാക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ബാധിക്കുന്നതാണ് പ്രശ്നം. ഇപ്പോൾ അതിനൊപ്പം തന്നെ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് സ്വർണ്ണ മേഖലയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നമുക്കറിയാം ചെറിയ കുടുംബങ്ങളെ സംബന്ധിച്ചുള്ള അവിടെ കല്യാണം വരുന്ന സമയത്ത് അവർ പലപ്പോഴും അവർക്ക് കിട്ടുന്ന മറ്റേ വിവാഹ സമ്മാനങ്ങൾ അല്ലെങ്കിൽ കൊടുക്കുന്ന ആ സമ്മാന തുകയൊക്കെയാണ് അവർ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ സ്വർണ്ണം വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ചുള്ള ഒരു 5 ലക്ഷം ക്യാഷായിട്ട് പോയിട്ട് സ്വർണ്ണം വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം ക്യാഷ് ട്രാൻസാക്ഷനിൽ സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു. പരമാവധി 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നത് ചെക്കായിട്ടോ അല്ലെങ്കിൽ മറ്റ് ക്യാഷ്ലെസ് മാർഗ്ഗങ്ങളിലൂടെ തന്നെ സ്വീകരിക്കണമെന്ന് പറയുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അത്തരം രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അത് ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. ഇപ്പോൾ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ, സ്വർണ്ണം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പക്ഷേ എങ്കിലും ഈ കള്ളപ്പണത്തെ സംബന്ധിച്ചിടത്തോളം കള്ളപ്പണത്തിൽ അതൊരു കുറവ് വരുത്തുന്നില്ല. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സ്വർണ്ണത്തിൻ്റെ നികുതിയെ സംബന്ധിച്ചുള്ളത് 3% കുറച്ചത് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യതയാണെന്ന് പറയുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ 1% നികുതിയേ ഉള്ളൂ. പക്ഷേ അത് സ്വർണ്ണവിലയെ എങ്ങനെ ബാധിക്കുന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതുവരെയുള്ള എൻ്റെ അനുഭവം വെച്ചിട്ട് സ്വർണ്ണവിലയിൽ ബാധിക്കില്ല എന്നാണ് വ്യക്തമാണ്. ശ്രീ ES ബിജു, ഇതിൻ്റെ നികുതി പിരിവ് അതിൻ്റെ മുഴുവൻ ഘടനയും ഒറ്റയടിക്ക് മാറുകയാണ്. ഇതുവരെ നിലനിന്ന് പോകുന്ന സംവിധാനത്തിൽ നിന്ന് വളരെ പെട്ടെന്നുള്ള ഒരു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. കൃത്യമായ പരിശീലനം ഇക്കാര്യത്തിൽ വേണമെന്ന് അവർ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല അതിനെന്തോ ബിരുദ കോഴ്സുകളുടെ കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ആലോചിച്ചാൽ വളരെ പെട്ടെന്നുള്ള ഈ മാറ്റത്തിൽ, അതായത് ആ കണക്കുകൂട്ടലുകളിൽ ഉണ്ടാകുന്ന വളരെ പെട്ടെന്നുള്ള ഈ മാറ്റത്തിൽ എന്തെല്ലാം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത? തീർച്ചയായും ഞങ്ങൾക്ക് അത്തരം മേഖലകളിൽ ചില ആശങ്കകൾ കച്ചവടക്കാരെ സംബന്ധിച്ചോളം ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സെയിൽ ടാക്സ് പ്രാക്ടീഷണറുടെ സഹായമില്ലാതെ ഒരാൾക്കും ഒരു റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ തന്നെ കൂടിയിട്ടുള്ള GST കൗൺസിലിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്, ബിരുദധാരികളായിട്ടുള്ള സെയിൽ ടാക്സ് പ്രാക്ടീഷണർമാരെ മാത്രമേ ഇനി അംഗീകരിക്കാൻ കഴിയൂ എന്ന നിലയിലുള്ള വ്യവസ്ഥ അതിൻ്റെ ബില്ലിൽ തന്നെ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സഹായമില്ലാതെ കച്ചവടക്കാരന് ഇനി കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിലവിൽ യഥാർത്ഥത്തിൽ മറ്റ് സമ്പ്രദായത്തിലും അത്തരത്തിൽ സെയിൽ ടാക്സ് പ്രാക്ടീഷണർമാർ തന്നെയാണ് ഇതിൻ്റെ റിട്ടേണും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അത് കച്ചവടക്കാരെ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനവും കൂടെ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുണ്ടാവണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ വലിയ തരത്തിലുള്ള ഘടനാ സ്വഭാവത്തിൽ വലിയ മാറ്റം വരാൻ പോവുകയാണ്. ഇപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. പ്രത്യേകിച്ച് സജീവ് സാർ ഇവിടെ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ ആ മേഖലയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്കൊരു വ്യക്തതയില്ല. കാരണം 5% നികുതി അടച്ചിരുന്ന സ്വർണ്ണ വ്യാപാരികളുണ്ട്, കോമ്പൗണ്ടിങ് ടാക്സ് അടച്ചിരുന്ന സ്വർണ്ണ വ്യാപാരികളുണ്ട്. അവരിൽ നിന്നാണ് ഇപ്പോൾ 3% ടാക്സിലേക്ക് സ്വർണത്തെ എത്തിച്ചിട്ടുള്ളത്. അത് വില വർദ്ധിക്കുമോ വർദ്ധിക്കാതിരിക്കുമോ എന്നതിനെ സംബന്ധിച്ച് നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ മാത്രമേ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയൂ. ആ തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടുന്ന കാര്യം മുമ്പ് ഇവിടെ പ്രതിപാദിക്കാൻ ഇടവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇൻപുട്ട് ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ കിട്ടണമെങ്കിൽ ഞങ്ങൾ ഒരു പരസഹായത്തോടു കൂടി മാത്രമേ ഒരു കച്ചവടക്കാരന് പ്രവർത്തിക്കാൻ കഴിയൂ. ആ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഉണ്ടാകുന്ന ചില ആശങ്കകളുണ്ട്. എല്ലാ കച്ചവടക്കാർക്കും ഇപ്പോൾ പുതിയ ക്യാഷ്ലെസ് സംസ്കാരം നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് നടപ്പിലാക്കി. ഭൂരിപക്ഷം വരുന്ന കച്ചവടക്കാരും ഇപ്പോഴും അതിൻ്റെ പുറത്താണ്. കാരണം എല്ലാവർക്കും സ്വൈപ്പിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് വ്യാപാരം നടത്താൻ കഴിയില്ല. വരുന്ന ഉപഭോക്താക്കൾ ആ തരത്തിലുള്ള ഉപഭോക്താക്കളാണ്. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് എല്ലാ കച്ചവടക്കാർക്കും കച്ചവടം നടത്താൻ കഴിയുന്നില്ല. കാരണം വരുന്ന ഉപഭോക്താക്കളുടെ കൈവശം ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉള്ള ഉപഭോക്താക്കളെ മാത്രമേ ഒരു കടയിൽ ഞങ്ങൾക്ക് ഉൽപ്പന്നം കൊടുക്കാൻ കഴിയൂ എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ കച്ചവടം പൂട്ടിപ്പോകും.
അപ്പോൾ ആ തരത്തിലുള്ള ആശങ്കകൾ ഈ ക്യാഷ്ലെസ് സമ്പ്രദായം വന്നപ്പോഴും ഇപ്പോഴും മാർക്കറ്റുകളിൽ നിലനിൽക്കുകയാണ്. ഇനി GST വരുമ്പോഴും ഘടനാ സ്വഭാവത്തിൽ ആകെ വരുന്ന മാറ്റങ്ങൾ കച്ചവടക്കാരെ നല്ല നിലയിൽ ആശങ്കയിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതുമായി പൊരുത്തപ്പെടേണ്ട ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കച്ചവടക്കാരൻ വരുമ്പോൾ അതിനെ പരിപക്വപ്പെടുത്തി എടുക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള സെയിൽ ടാക്സ് വകുപ്പും അത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും ട്രേഡേഴ്സിനെ അതിന് പരിപക്വപ്പെടുത്തി എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാവരും ഈ കച്ചവടക്കാരെ സംബന്ധിച്ചോളം നമുക്ക് നല്ല വ്യക്തതയുണ്ട്. എല്ലാവരും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളല്ല, എല്ലാവരും നല്ല അറിവുള്ള ആളുകളല്ല. മറ്റൊരു ജോലി കിട്ടാത്തതിൻ്റെ പേര് ചെറിയ കച്ചവടം, ചെറിയ പീടികകൾ തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും രജിസ്ട്രേഷൻ്റെ പരിധിയിലേക്ക് വരാൻ പോകുന്നു. രജിസ്ട്രേഷൻ്റെ പരിധിയിൽ വരുമ്പോൾ ഇന്ന് രജിസ്ട്രേഷന് പുറത്തുള്ള ആളുകൾ കൂടെ രജിസ്ട്രേഷൻ്റെ പരിധിയിൽ വരാൻ പോവുകയാണ്. ഇത് വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ കച്ചവടക്കാരെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കേരള സെയിൽ ടാക്സ് മാറി വാല്യൂ അഡീഷൻ ടാക്സിലേക്ക് വന്നു. അപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലാ ബുക്കുകളും അതിൻ്റെ എല്ലാ ഫയലുകളും ആകെ മാറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പോൾ വീണ്ടും നമ്മൾ ഗുഡ് സർവീസ് ടാക്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗുഡ് സർവീസ് ടാക്സിലേക്ക് പോകുമ്പോൾ കച്ചവടക്കാരന് കിട്ടിക്കൊണ്ടിരുന്ന ലാഭത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർധനവ് ഉണ്ടാവുന്നില്ല. പല ഉൽപ്പന്നങ്ങളുടെയും ലാഭം വലിയ രീതിയിൽ കുറയുന്ന ഒരു കാലാവസ്ഥ ഇപ്പോൾ നിലനിൽക്കുകയാണ്. മത്സര സ്വഭാവം നമ്മുടെ മാർക്കറ്റുകളിൽ വരികയാണ്. അപ്പോഴാണ് ആ ലാഭത്തിൽ നിന്ന് ചെറിയ വിഹിതം ഈ പറയുന്ന നിലയിലേക്ക് മാറ്റപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ആണെങ്കിലും ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആണെങ്കിലും ചെറുകിട വ്യാപാരികളും ഇടത്തരം വ്യാപാരികളും ചെന്നെത്തപ്പെട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും കച്ചവടക്കാരെ നന്നായി ബാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഷെറി ഉമ്മൻ, ഇപ്പോൾ ഈ കാറുകൾക്കൊക്കെ 10-20 ലക്ഷം രൂപയുള്ള കാറുകൾക്കൊക്കെയാണ് വലിയ വില കുറച്ചിരിക്കുന്നത്. അങ്ങനെ പല ഉൽപ്പന്നങ്ങളും പല മേഖലയിലും ഇപ്പോൾ GST വരുന്നതിൻ്റെ ആനുകൂല്യം ഇപ്പോൾ തന്നെ നിങ്ങൾ നേടൂ എന്നൊക്കെ പറഞ്ഞ് വില കുറച്ച് വിൽക്കുന്നുണ്ട്. അതെന്ത് തന്ത്രമാണ്? ഒരു പ്രാവശ്യം കൂടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് കേൾക്കാൻ പറ്റിയില്ല. തീർച്ചയായും ഷെറി ഉമ്മൻ, ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ ആഡംബര കാറുകൾക്കൊക്കെ വില കുറച്ച് ഇപ്പോൾ തന്നെ വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട്. GST നടപ്പാക്കുന്നതിന് മുൻപ് അതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ഉദ്യമത്തിന് മുതിർന്നിരിക്കുന്നത്. പക്ഷേ സാധാരണ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഏത് കമ്പനി ആയിക്കോട്ടെ അവർ പരമാവധി നികുതി കുറച്ച് കൊടുക്കാനും പരമാവധി അവർക്ക് ലാഭമുണ്ടാക്കാനുമാണ് ശ്രമിക്കുക എന്നതാണല്ലോ വാസ്തവം. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കച്ചവടത്തിന് ഒരുങ്ങുന്നതിലൂടെ, വിലക്കുറച്ച് കച്ചവടത്തിന് ഒരുങ്ങുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പം പൊതുവെ ഒരു ലക്ഷറി കാർ പോലെ ഒരു നോക്കുകയാണെങ്കിൽ ഇപ്പം കുറേ പാരൻറ്റ്സ് പറഞ്ഞ പോലെ തന്നെ GST വരാൻ നേരത്തും മിക്കവാറും കാറിൻ്റെ വില കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം തന്നെ ഒരു ലക്ഷറി കാർ സംബന്ധിച്ചിടത്തോളം ഈ അപ്രോക്സിമേറ്റ് റേറ്റ് ഒരു 40% വരാറുണ്ട്. GST വന്നു കഴിഞ്ഞിട്ട് ദ റേറ്റ് കുഡ് ബി അറൗണ്ട് 43 to 45%. അപ്പം കുറേ മാനുഫാക്ചറേഴ്സ് ഈ ടാക്സിൻ്റെ ഡിഫറൻസ് ഈ 3% ആണെങ്കിൽ 4% ആണെങ്കിൽ ഈ ടാക്സിൻ്റെ ഡിഫറൻസ് ക്യാപ്ചർ നമുക്ക് കസ്റ്റമറിന് എത്രത്തോളം നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നോ അതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത് ഒരു കീ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കിടക്കുന്ന സ്റ്റോക്ക്, ഫോർ എക്സാമ്പിൾ ഞാനൊരു കാറിൻ്റെ മാനുഫാക്ചറർ, ഫോർ എക്സാമ്പിൾ ഞാനൊരു കാറിൻ്റെ ഡീലറാണെന്ന് കരുത്. ആ കാറിൻ്റെ എക്സൈസ് ഡ്യൂട്ടിയുടെ കോമ്പണൻറ്റ് അതിൽ എത്രത്തോളമായിരിക്കും എനിക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്ന GSTയിലോട്ട് മാറാൻ നേരത്ത്. അതാണ് രണ്ടാമത്തെ ഒരു കീ ഇഷ്യൂ. നിങ്ങൾ ഒരു കാര്യം അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡർ സംബന്ധിച്ചിടത്തോളം, ഫോർ എക്സാമ്പിൾ ഒരു കാറ് വിൽക്കുന്ന ഒരു ട്രേഡർ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിൽ എക്സൈസ് ഡ്യൂട്ടിയുടെ ക്രെഡിറ്റ് വാറ്റിൻ്റെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ്. കുറേ പേർക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കിടക്കുന്ന സ്റ്റോക്ക്, ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സ്പെൻസീവ് ആയിട്ട് ഒരു ലക്ഷറി കാർ ഞാൻ വിൽക്കുന്ന ഒരാളാണെന്ന് കരുത്. ഈ കാറിൽ ഉള്ള എക്സൈസ് ഡ്യൂട്ടി ഞാൻ 1st of July മാറുവാണെങ്കിൽ ആ കാറിൽ ഇപ്പം കൊടുത്ത എക്സൈസ് ഡ്യൂട്ടി ഞാൻ ആ ക്രെഡിറ്റ് 1st of July ആവുകയാണെങ്കിൽ ഞാൻ ആ ക്രെഡിറ്റ് കെൻ ഐ പാസ് ഓവർ ദാറ്റ് ക്രെഡിറ്റ് ടു 1st of July? അതൊരു കീ ആയിട്ടൊരു ചോദ്യമാണ്. ഇന്നലത്തെ GST കൗൺസിൽ മീറ്റിംഗ് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടു ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് എൻ്റെ കയ്യിൽ ബില്ല് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ബില്ല് ഉണ്ടെങ്കിൽ എനിക്കതിൽ ഫുൾ എക്സൈസ് ഡ്യൂട്ടിയുടെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ബിൽ ഇല്ലെങ്കിൽ അതിൽ 60% മാത്രമാണ്, ആ 60% സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് എക്സൈസ് ഡ്യൂട്ടിൻ്റെ ക്രെഡിറ്റ് കിട്ടാൻ പറ്റുന്നത്.
അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് ഈ മാധ്യമത്തിൽ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഈ ജൂൺ മാസത്തിൽ ഒരു കാർഷിക മേളയെ സംബന്ധിച്ചോളം നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ സ്റ്റോക്ക് കുറയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഈ സ്റ്റോക്കിൽ എത്രത്തോളം ആയിരിക്കും എക്സൈസ് ഡ്യൂട്ടി പാസ് ഓൺ ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ട്രേഡറാണ്, എൻ്റെ ഗുഡ്സിൽ ചിലപ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഉണ്ടാകുന്ന സപ്പോസ് ദർ ഇസ് എക്സൈസ് ഡ്യൂട്ടി. ഇന്നലത്തെ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനം വെച്ചിട്ട് ഒരു ഗുഡിൻ്റെ GST റേറ്റ് 18% കൂടുതലാണെങ്കിൽ ആ കിടക്കുന്ന സ്റ്റോക്കിൻ്റെ 60%, ആ 60% ഗുഡ്സിൻ്റെ എക്സൈസ് ഡ്യൂട്ടി ക്രെഡിറ്റ് മാത്രമേ ഉള്ളൂ എനിക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത്. ആ കാരണം വെച്ചാൽ 40% ഓഫ് ദ ഗുഡ്സിൽ നമ്മൾ കൊടുത്ത എക്സൈസ് ഡ്യൂട്ടി അതൊരു ലോസ് ആയിട്ടാണ് മാറാൻ പോകുന്നത്. ആ കാരണം വെച്ചാൽ ഒരു കാർഷിക മേഖലയെ സംബന്ധിച്ചോളം ഒരു കീ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഒരു കാര്യം, സത്യം പറഞ്ഞാൽ ജൂൺ 30 എത്രയായിരിക്കണം എൻ്റെ സ്റ്റോക്ക്, അതിൻ്റെ ഒരു തീരുമാനം ഉടനെ തന്നെ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. എത്രത്തോളം നമ്മുടെ സ്റ്റോക്ക് കുറയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം ആയിരിക്കും നമുക്ക് ഗുണകരമായി വരുന്നത്. വ്യക്തമാണ്. ആ നിലയ്ക്ക് ഈ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകളും തന്ത്രങ്ങളും അത് കച്ചവടക്കാരും മാനുഫാക്ചറേഴ്സും എല്ലാവരും സ്വീകരിക്കണം എന്നത് തന്നെയാണ്. ശ്രീ ജോൺ ജോസഫ്, ഈ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയ്ക്ക് ഇനി ഈ കാര്യങ്ങളിൽ ഏറ്റവും കൃത്യമായി നേരത്തെ ശ്രീ സജീവൻ സൂചിപ്പിച്ചതുപോലെ ഇടപെടേണ്ടതും ഈ കാര്യത്തിൽ സാധാരണക്കാരെ ബോധവൽക്കരിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. ഈ ഘട്ടമാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ ഇപ്പോൾ ഇടവേള പോകുമ്പോഴും അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു, ഈ ഘട്ടത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് ഉപഭോക്താക്കൾ തന്നെയാണ്, ഉപഭോക്തൃ സംഘടനകളാണ് എന്ന്. ഈ സർക്കാരും ആവർത്തിച്ച് നമ്മളോടൊക്കെ ആവശ്യപ്പെടുന്നത് ഉണരൂ ഉപഭോക്താവെ, ഉണരൂ എന്നാണ്. ഇനി ചെയ്യാനുള്ളതും ഇടപെടാനുള്ളതും ശ്രദ്ധിക്കാനുള്ളതും ഉപഭോക്താവിന് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ പദ്ധതി? കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ ഉപഭോക്തൃ സംഘടനകളുണ്ട് എന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം കേരള ഗവൺമെൻറ് ഉപഭോക്തൃ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് തീരെ പ്രോത്സാഹനം നൽകുകയോ റെക്കഗ്നീഷൻ നൽകുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ മീറ്റിംഗ് ചേർന്നിട്ട് തന്നെ എത്രയോ കാലമായി എന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പുതിയ ഗവൺമെൻറ് ഉണ്ടായതിനു ശേഷം ഇതുവരെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ പുനഃസംഘടിപ്പിക്കാൻ ഉള്ള ആർജവം പോലും കാണിച്ചിട്ടില്ല. അതുപോലെ ഉപഭോക്തൃ സംരക്ഷണ കോടതികളിലെ ജഡ്ജിമാരെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നുള്ള നടപടികൾ ഇതുവരെ ഗവൺമെൻറ് എടുത്തിട്ടില്ല. കേരളത്തിൽ ചുരുക്കം ചില സംഘടനകൾ അവരുടെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നല്ലാതെ ഈ കഴിഞ്ഞ 10 വർഷമായി ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഉപഭോക്തൃ സംഘടനകൾ കേരളത്തിലില്ല. അതുകൊണ്ട് ഉപഭോക്തൃ സംഘടനകളിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് ബോധവൽക്കരണം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ കാര്യമായ ഒരു സംരക്ഷണത്തിൻ്റെ സാധ്യതകളുണ്ട് എന്നോ പറയാൻ സാധ്യമല്ല. ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് സന്നദ്ധ സംഘടനകൾക്ക് പ്രോത്സാഹനം നൽകിയാൽ മാത്രമേ സന്നദ്ധ സംഘടനകൾക്ക് ഈ നിലയിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും വ്യക്തമാണ്. എന്തായാലും കരുതിയിരിക്കേണ്ട സമയമാണ്. ആ കാര്യത്തിൽ എത്രത്തോളം ഉപഭോക്താവിനെ സർക്കാരും മറ്റ് സംവിധാനങ്ങളും സഹായിക്കും എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ KP സജീവൻ, ശ്രീ ഷെറി ഉമ്മൻ, ജോൺ ജോസഫ്, ശ്രീ ES ബിജു. MIT മൂസ.